ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പൊന്നുമേട്ടിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴി കൃഷും കൺമണിയും പരസ്പരം സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. കൃഷ് കൺമണിയോട് പറയുകയാണ്, ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ മനസ്സിൽ കാണുകയായിരുന്നു. നിന്നെ ആദ്യമായിട്ട് കണ്ടതു മുതൽ ഇന്നലെ വനതുർട്ടിയുടെ കാവിൽ വെച്ച് താലി കെട്ടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും എന്റെ കണ്ണിന് മുന്നിലൂടെ കടന്നു പോവുകയായിരുന്നു. ശരിക്കും 2 പ്രാവശ്യം നിന്നെ താലി കെട്ടി, 3-ാം വട്ടവും നിന്നെ കെട്ടാൻ പോകുന്നു. 3 പ്രാവശ്യവും ദൈവം എന്തിനാ നിന്നെ എന്റെ ഭാര്യയാക്കുന്നതെന്ന് അറിയോ? ഞാൻ നിന്നോട് ചെയ്ത ചില തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തവും പശ്ചാത്താപവും ഒക്കെയാണ്. അതേസമയം കൺമണി കൃഷ്ണനോട് പറയും, സർ ഇനി അതിനെപ്പറ്റി ഒന്നും സംസാരിക്കണ്ട. എന്നാൽ കൃഷ് കൺമണിയോട്, അല്ല കൺമണി, അത് പറയണം. പഴയത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയല്ല, ഞാൻ നിന്നെ ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടി. തോന്നിയതൊക്കെ ചെയ്ത് തോന്നുന്ന പോലെ നടന്ന എന്നെ നീയാണ് ഒരു മനുഷ്യനാക്കിയത്. 3 അല്ല 300 തവണ നിന്നെ ഭാര്യയാക്കിയാലും നിന്നോടുള്ള കടപ്പാട് എനിക്ക് തീരില്ല. നീ പറഞ്ഞില്ലായിരുന്നോ ഈ താലി കിട്ടിയിരുന്നില്ലെങ്കിൽ നിന്നെ ജീവനോടെ കാണില്ലാന്ന്? കാട്ടിൽ മണിയനെ അന്വേഷിച്ചു പോയപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആ താലിയും കൊണ്ട് ഞാൻ തിരിച്ചു വരുമെന്ന്. കാരണം എന്റെ ജീവൻ അതിലായിരുന്നു. എന്റെ ജീവൻ നിനക്കുള്ളതല്ലേ? ഒരു കള്ളനും അതങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവന്റെ കയ്യിലെ ആയുധങ്ങൾക്കൊന്നും എന്നെ പേടിപ്പിക്കാൻ കഴിയാതിരുന്നത്. കൃഷിന്റെ വാക്കുകൾ കേട്ട് കൺമണിയും സന്തോഷിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, സത്യം പറഞ്ഞ സാറിന്റെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്നെപ്പറ്റി തന്നെ അതിശയം തോന്നാറുണ്ട്. ഇത്രയും പറയാനും മാത്രം എനിക്ക് എന്ത് വിലയാണുള്ളതെന്ന്. സാറ് പറഞ്ഞ് എന്നെ രാജകുമാരിയാക്കി കളയുകയാണ്. ശേഷം കൃഷ്ണനോട് കൺമണി ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും പുതിയ ഒരാളെ കാണുമ്പോൾ എന്നെ മറക്കുമോ എന്ന്? അതിന് കൃഷി കൊടുക്കുന്ന മറുപടി, അതിന് നിന്നേക്കാൾ മികച്ച ഒരാൾ ഉണ്ടായിട്ട് വേണ്ടേന്നും. എന്നാൽ കൺമണി വീണ്ടും ചോദിക്കുകയാണ് കൃഷ്ണനോട്, ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ, മറക്കോ ഇല്ലയോ? കൃഷ് അതിന് ഉത്തരം കൺമണിയോട് തന്നെ പറയും. കൺമണി ആത്മവിശ്വാസത്തോടുകൂടി തന്നെ പറയുന്നുണ്ട്, മറക്കില്ല എന്ന്, അതെനിക്ക് അറിയാമെന്ന്. തുടർന്ന് കൃഷ് പറയുകയാണ്, കേണൽ സാറ് പറഞ്ഞത് എന്താ? നമ്മൾ ശിവനും ശക്തിയുമാണെന്ന്. ശിവനില്ലാതെ ശക്തിയുമില്ല, ശക്തിയില്ലാതെ ശിവനും. നമ്മൾ ഒറ്റ ആളാണ്. അപ്പൊ പിന്നെ എങ്ങനെയാ മറക്കുന്നത്? ഇതെല്ലാം കേട്ട് കൺമണിയുടെ മനസ്സ് നിറയുന്നു. അതിനുശേഷം കാണിക്കുന്നത് മാനസയെ കാണാൻ ജയിലിൽ എത്തിയിരിക്കുകയാണ് സുമിത്ര. ജയിലിൽ നിൽക്കുന്ന മാനസയോട്, ജയിലങ്ങോട്ട് പിടിച്ച പോലെ ഉണ്ടല്ലോ, മുഖത്തൊന്നും ക്ഷീണം കാണുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നതും മാനസ സുമിത്രയോട് ചോദിക്കുകയാണ്, ആന്റി എന്നെ കളിയാക്കുകയാണോ? ഞാനാകെ തകർന്ന് തരിപ്പണമായിട്ടാണ് ഇരിക്കുന്നത്. എന്നെ കാണാൻ അച്ഛനും അമ്മയൊന്നും ഇതുവരെ വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. അപ്പൊ സുമിത്ര പറയുന്നത്, മറ്റാരും വന്നില്ലെങ്കിലും വരേണ്ടവർ വന്നില്ലേ, ഈ ഞാൻ. അത് കേട്ട് മാനസയും, അത് സത്യം, ആന്റിയെ കണ്ടപ്പോ മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടി എന്ന് തിരിച്ചു പറയുന്നുണ്ട്. തുടർന്ന് സുമിത്ര മാനസയ്ക്ക് സംഭവിച്ച ഈ ബുദ്ധിമോശത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ്. നീ ആരോട് ചോദിച്ചിട്ടാ മാനസേ ആ മയക്കുമരുന്ന് കൃഷിന്റെ പോക്കറ്റിൽ കൊണ്ടുവച്ചത്? ആ പൊട്ടൻ വരുൺ പറഞ്ഞത് കേട്ടിട്ടാണോ? ഇത്തരം കാര്യങ്ങൾ കണ്ടറിഞ്ഞ ഞാൻ പോലും 2 വട്ടം ആലോചിച്ചിട്ടേ ഇതുപോലുള്ള സംഗതികൾക്ക് കൈ കൊടുക്കൂ. കൃഷ്ണനെ കൊടുക്കാൻ വേറെ ഒരു വഴിയും നിനക്ക് കിട്ടിയില്ലേ? അതേസമയം മാനസ സങ്കടത്തോടെ പറയുകയാണ്, എല്ലാ വഴികളും ആ കൺമണി അടക്കുകയല്ലേ ആറ്റി. ഞങ്ങൾ ഓരോ വഴി വെട്ടും, അവസാനം അവൾ അതെല്ലാം തകർത്ത് കളയുകയും ചെയ്യും. ഇത് കേൾക്കുന്ന സുമിത്ര, അങ്ങനെയാണെങ്കിൽ അവളെയാണ് തകർത്ത് കളയേണ്ടത്. അതിന് കൃത്യമായിട്ടുള്ളൊരു മാർഗം കണ്ടുപിടിക്കണം. അതിന് എന്റെ ഉപദേശം നീ ചോദിക്കണം. അല്ലാതെ കുറച്ച് പൊടിയും പോക്കറ്റിലിട്ട് നേരെ ചെന്ന് കയറി കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും. സുമിത്രയുടെ ഈ കുറ്റപ്പെടുത്തലുകൾ കേട്ട് മാനസ പരിഭവത്തോടെ ചോദിക്കുകയാണ്, എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ആന്റി വന്നതെന്ന്? എന്നാൽ സുമിത്ര പറയും, കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല മാനസ, കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് വന്നത്. ഇതേ സമയം കൃഷിനെയോ ബലരാമനെയോ ഒന്നും തനിക്ക് കിട്ടാതെ വന്നപ്പോഴുള്ള നിരാശയും ദേഷ്യവും കൊണ്ട് സാഗർ കുടുംബത്തെ ഞാൻ നശിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് കൃഷിനെ കൊടുക്കാൻ ഞാൻ ഈ ഒരു മാർഗം സ്വീകരിച്ചതെന്നുള്ള ന്യായീകരണമൊക്കെ മാനസ സുമിത്രയ്ക്ക് മുമ്പിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ തന്റെ ആശയൊക്കെ നശിച്ചെന്നും ഇനി എത്ര കാലം കൂടെ ഇതിനകത്ത് കിടക്കണമെന്ന് അറിയില്ലെന്നും പറഞ്ഞപ്പോ സുമിത്ര മാനസയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്, ഇതിനകത്ത് അധികം നിന്നെ കിടത്താതെ തന്നെ ഞാൻ നിന്നെ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന്. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് വഴി എനിക്ക് എന്ത് തരുമെന്ന് സുമിത്ര ചോദിക്കുന്നതും എന്തും തരുമെന്നാണ് മാനസയുടെ മറുപടി. പുറത്തിറക്കുന്നത് കൂടാതെ ബലരാമനെ കൊണ്ട് നിന്നെ വിവാഹവും കഴിപ്പിച്ചാലോ എന്ന് സുമിത്ര ചോദിക്കുന്നതും അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കുന്ന മാനസയാകട്ടെ സുമിത്ര ആ പറഞ്ഞത് തന്നെ കളിയാക്കാനാണെന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ സുമിത്ര മാനസയോട് വീണ്ടും പറയും, കല്യാണം കളിയല്ല മാനസ, ബലരാമനുമായിട്ടുള്ള വിവാഹകാര്യം ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. മുൻപ് ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ നമ്മൾ തുടങ്ങി വെച്ച ആ ആലോചന നീ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ നടപ്പിലാക്കും. നിന്നെ ബലരാമനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും ഞാൻ. നടക്കില്ലെന്ന് തന്നെയാണ് മാനസഭ തീർത്തും പറയുന്നത്. കാരണം ബലരാമൻ ഇപ്പൊ സാഗർ കൃഷ്ണൻ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യില്ലല്ലോ. ഇത് കേൾക്കുന്ന സുമിത്ര ആകട്ടെ അവനായിട്ട് ചെയ്യില്ല, പക്ഷെ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചാലോ എന്നാണ് ചോദിക്കുന്നത്. മാനസയ്ക്ക് സുമിത്ര എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ സുമിത്ര വീണ്ടും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും, ബലരാമൻ തന്നെ നിന്നെ വിവാഹം കഴിക്കും മാനസ. അവനായിട്ട് തന്നെ നിന്റെ അടുത്ത് വരും, നിന്നെ ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്യും. വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് നീയും സമ്മതിക്കണമെന്ന് പറയും. ഇല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും. എന്നാൽ എങ്ങനെയാണ് അതൊക്കെ നടക്കുന്നതെന്ന് മാനസയുടെ ചോദ്യത്തിന്, അതൊക്കെ താലികെട്ടിന്റെ അന്ന് പറയാം. എന്റെയും നിന്റെയും പൊതുശത്രു കൺമണിയാണ്. അവളെ തകർക്കണമെങ്കിൽ നീ കൃഷിന്റെ വീട്ടിൽ കയറിയേ പറ്റൂ.
നീ ബലരാമന്റെ ഭാര്യയായി തന്നെ ആ പടി ചവിട്ടാൻ പോവുകയെ. എനിക്കറിയാം നിന്റെ അച്ഛനും അമ്മയും ഒക്കെ ആകെ തകർന്നു നിൽക്കുമല്ലേ. അതുകൊണ്ട് ഞാൻ ആദ്യം അവരെ കണ്ട് ദേഷ്യം മാറ്റും. നിന്റെ അച്ഛൻ തന്നെയായിരിക്കും നിനക്ക് വേണ്ടി ജാമ്യം എടുക്കുന്നതും. നീ പുറത്തിറങ്ങുന്ന ദിവസം തന്നെ ആ വരുണിനെയും ഞാൻ പുറത്തിറക്കും. സുമിത്ര അങ്ങനെ സത്യം ചെയ്യുകയാണ്. നമ്മുടെ പൊതുശത്രുവായ കൺമണിയെ തോൽപ്പിക്കാമെന്ന് നമ്മളിതാ ഈ ജയിലങ്കണത്തിൽ വെച്ച് ശപഥം ചെയ്യുകയാണ്. ഞാൻ കൃത്യമായിട്ട് തന്നെ ഒക്കെ നടത്തും. അവസാനം ആ കൺമണിയെ നമ്മൾ തീർക്കുമെന്നെല്ലാം സുമിത്ര ഉറപ്പിച്ചു പറഞ്ഞപ്പോ സുമിത്രയുടെ ഈ ഉറച്ച വാക്കുകൾ കേൾക്കുമ്പോൾ കൺമണിയെ വീഴ്ത്താൻ കാത്തിരുന്ന മാനസയ്ക്കും വലിയ ആശ്വാസവും സന്തോഷവും ഒക്കെയാണ് തോന്നുന്നത്. എന്തായാലും ഇവര് രണ്ടുപേരും സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് പോലീസുകാരി വന്ന് അറിയിക്കുന്നുണ്ട്, സമയം കഴിഞ്ഞു, ഇനി പോയിക്കോളാൻ. സുമിത്ര പോയി കഴിഞ്ഞതും എടി നീ വേഗം സെല്ലിൽ പോകാൻ നോക്കുന്ന പോലീസുകാരി പറഞ്ഞതും മാനസക്ക് എടി പോടി എന്ന് വിളിച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പോലീസുകാരിയോട് ദേഷ്യപ്പെടുകയാണ് മാനസ. പോലീസുകാരി മാനസയ്ക്ക് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. ലഹരി മരുന്ന് കേസിലെ പ്രതിയെ പിന്നെ തമ്പുരാട്ടി എന്ന് വിളിക്കണോ? ഞാൻ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിലേ ചവിട്ടി കൂട്ടും ഞാൻ. നിന്റെ കഥയൊക്കെ കുറെ എനിക്കറിയാം. കൺമണി എന്നൊരു പാവം പെണ്ണിനെ കള്ളക്കേസിൽ കൊടുക്കി നീ ഇങ്ങോട്ട് അയച്ചില്ലേ, അതിന് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. എന്തായാലും കുറെ കാലം നീ ഇവിടെ ഉണ്ടാവുമല്ലോ എന്നൊക്കെയാണ് അവര് ദേഷ്യത്തോടു കൂടി മാനസോട് പറയുന്നത്. മാനസ അതിനെ തിരിച്ചൊന്നും പറയുന്നില്ലെങ്കിലും ദേഷ്യത്തോടെ അവരെ തുറിച്ചു നോക്കിയിട്ടാണ് സെല്ലിലേക്ക് പോകുന്നത്. അതിനുശേഷം കാണിക്കുന്നത് പൂജ കഴിഞ്ഞ് മടങ്ങിയെത്തിയ കൺമണിയും കൃഷ്ണയും അതിയായ സന്തോഷത്തോടെയാണ് ശ്രീനിവാസനും കുടുംബവും സ്വീകരിച്ചത്. ഇന്നലത്തെ അവരുടെ അസാന്നിധ്യം ശ്രീനിവാസനെ വല്ലാതെ ആകുലപ്പെടുത്തിയിരുന്നു. പൂജയ്ക്കിടയിൽ എന്തോ വിഘ്നങ്ങൾ സംഭവിച്ചോ എന്നൊരു തോന്നൽ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. എങ്കിലും തന്റെ മകൾ കൃഷ്ണനോടൊപ്പം ആയതുകൊണ്ട് തനിക്ക് വലിയ ധൈര്യമായിരുന്നുവെന്നും അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞു. താൻ ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യവാനായ അച്ഛനാണെന്ന് കരുതിയെടുത്തു നിന്നും കൃഷ്ണനെ പോലൊരു മരുമകനെ കിട്ടിയ താനാണ് ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് ശ്രീനിവാസൻ വികാരാധീനായി പറഞ്ഞു. താൻ എല്ലാം തികഞ്ഞവനല്ലെങ്കിലും കൺമണിക്കും അവളുടെ കുടുംബത്തിനും ഒരു കുറവും വരുത്താതെ നോക്കുമെന്ന കൃഷ്ണന്റെ വാക്കുകൾ എല്ലാവരെയും സന്തോഷിപ്പിക്കുകയാണ്. തുടർന്ന് സുലോചന പറയുന്നുണ്ട്, ഓഫീസിലെ പേടി സ്വപ്നമായിരുന്ന കൃഷ് സാറുമായി ഇപ്പോൾ ബന്ധുക്കളായി സംസാരിക്കാൻ കഴിയുന്നത് തന്നെ ഒരു വലിയ അത്ഭുതമാണെന്ന്. ഇനി ഭാവിയിൽ ഓഫീസിൽ വെച്ച് കൺമണി തന്നെ വരട്ടുമോ എന്ന സുലോചനയുടെ തമാശ കലർന്ന പേടിക്ക് താൻ അവിടെ വെറും ഡിസൈനർ മാത്രമായിരിക്കുമെന്ന് കൺമണി മറുപടി നൽകുന്നു. അങ്ങനെ ആ വീട്ടിലെ സന്തോഷങ്ങൾക്കിടയിലാണ് ആ അപ്രതീക്ഷിത സർപ്രൈസുമായിട്ട് ഗോകുൽ എത്തിയത്. കൺമണിയുടെയും കൃഷിന്റെയും വിവാഹ നിശ്ചയത്തിന് വേണ്ടിയുള്ള മനോഹരമായിട്ടുള്ള ഇൻവിറ്റേഷൻ കാർഡും കൊണ്ട്. ആ കാർഡ് അത്ര എളുപ്പത്തിൽ കൊടുക്കാൻ ഗോകുൽ തയ്യാറാവുന്നില്ല. ഡിമാൻഡുകൾ നിരത്തിയും കൺമണിയിട്ട് ഓടിച്ചു നോക്കിയ അവൻ ആ നിമിഷം രസകരമാക്കി. ഒടുവിൽ അത് കൈക്കലാക്കി തുറന്നു നോക്കി എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അത്രത്തോളം മനോഹരമായിരുന്നു ആ കാർഡ്. കൃപചേച്ചി സർപ്രൈസായി നൽകിയ ആ കത്തിൽ കൺമണിയുടെയും കൃഷിന്റെയും പ്രണയം നീളിക്കുന്നുണ്ടെന്ന് സുലോചനയും ശ്രീനിവാസനും ഒരുപോലെ അഭിപ്രായപ്പെട്ടു. തന്റെ ജീവിതത്തിലെ ഓരോ സന്തോഷവും സങ്കടവും ആദ്യം പങ്കുവെക്കാറുള്ളത് വിഘ്നേശ്വരന്റെ മുന്നിലാണെന്ന് പറഞ്ഞ് കൺമണി കൃഷ്ണനെ റൂമിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ആ വിവാഹപത്രം ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, നമ്മൾ ഇഷ്ടപ്പെടുന്നവരെയല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെ പങ്കാളിയായി ലഭിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ നോക്കുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ളത് തനിക്കാണെന്ന്. ഭഗവാന്റെ മുന്നിൽ വെച്ചാണ് തങ്ങൾ കണ്ടുമുട്ടിയതും പ്രണയം തുറന്നു പറഞ്ഞതും എന്നോർത്ത് താൻ വലിയ ഭാഗ്യവാനാണെന്ന് കൃഷ്ണൻ കൂട്ടിച്ചേർത്തു. പ്രകാശവലയത്തിന് നടുവിൽ നിൽക്കുന്ന അനുഭൂതിയാണ് തനിക്കിപ്പോൾ എന്ന് വികാരാധീനയായി പറയുന്ന കൺമണിയോട്, നീ വെളിച്ചത്തിന് നടുവിലല്ല, നീ തന്നെയാണ് ഈ ജീവിതത്തിലെ വെളിച്ചമെന്ന് കൃഷ്ണൻ മറുപടി നൽകി. പ്രണയാതുരമായ ആ നിമിഷങ്ങൾക്കിടയിലേക്കാണ് മറ്റൊരാളെ കൂടെ വിവാഹം ക്ഷണിക്കാനുണ്ടെന്ന് പറഞ്ഞ് ശ്രീനിവാസൻ വരുന്നത്. ശ്രീനിവാസൻ എന്നിട്ട് കൃഷ്ണനെയും കൺമണിയും കൺമണിയുടെ അമ്മയുടെ ഫോട്ടോക്കരികിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആ ഫോട്ടോയിൽ നോക്കി ശ്രീനിവാസൻ നമ്മുടെ പൊന്നുമോള് സുമംഗലിയാകാൻ പോവുകയാണെന്നും ഇതാണ് അവളുടെ വരൻ. എന്നിട്ട് ആ വിവാഹ ക്ഷണകത്തും ശ്രീനിവാസൻ കൺമണിയുടെ അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തു. തന്റെ മകളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അവളുടെ അമ്മയും കാണുന്നുണ്ടെന്ന് ഉറച്ച വിശ്വാസം ആ പ്രവൃത്തിയിലുണ്ടായിരുന്നു. തുടർന്ന് കൺമണിയുടെ അമ്മയെ പറ്റിയെല്ലാം പറഞ്ഞ് ശ്രീനിവാസൻ ആകെ ഇമോഷണൽ ആവുന്നുണ്ട് കൃഷ്ണനും കൺമണിക്കും മുമ്പിൽ. കൃഷ്ണനും അതെല്ലാം കേട്ട് കരച്ചിൽ വരികയാണ്. തുടർന്ന് അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വെച്ച് ശ്രീനിവാസൻ തന്റെ ഉള്ളിലെ വിങ്ങുന്ന സത്യം വെളിപ്പെടുത്തി. തന്റെ മകളുടെ വിവാഹം കാണാൻ വേണ്ടിയാണ് താൻ സർജറി പോലും മാറ്റിവെച്ചതെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ കൺമണിയും കൃഷ്ണനും ഒരുപോലെ തകർന്നുപോയി. തന്റെ മകളെ ഒരു നല്ല മനുഷ്യന്റെ കൈകളിൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞതോടെ അച്ഛനെന്ന നിലയിലുള്ള തന്റെ കടമ പൂർത്തിയായിരുന്നു. ഇനി മരിച്ചുപോയ പ്രീതമയുടെ അടുത്തേക്ക് പോകാൻ താൻ തയ്യാറാണെന്നും ശ്രീനിവാസൻ വിതമ്പലോടെ പറഞ്ഞു. ശ്രീനിയുടെ ആ വാക്കുകൾ കൺമണിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഒരു നിമിഷം തകർന്നു പോയ അവൾ തന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് വിങ്ങിപ്പൊട്ടി കരയുന്ന ആ കാഴ്ച കൃഷിന്റെ കണ്ണും നിറയിച്ചു. അതിനുശേഷം കൺമണിയെ തകർക്കാൻ ജയിലിൽ വെച്ച് ശപഥമെടുത്തതിന് പിന്നാലെ സുമിത്ര നേരെ എത്തുന്നത് മാനസയുടെ വീട്ടിലേക്കാണ്. വളരെ തന്ത്രപരമായി എന്നാൽ സ്നേഹനിധിയായ ഒരു അമ്മയുടെ ഭാവത്തിലുമാണ് സുമിത്ര അവിടെ പെരുമാറുന്നത്. സാഗറിന്റെ മൂത്ത മകൻ ബലറാമന്റെ വളർത്തമ്മ എന്ന നിലയിലാണ് സുമിത്ര ഹേമയ്ക്ക് മുന്നിൽ സ്വയം പരിചയപ്പെടുത്തുന്നത്. ആ പേര് കേട്ടപ്പോൾ തന്നെ ഹേമ
അവരെ ആദരവോടെയും സ്നേഹത്തോടെയും സ്വീകരിക്കുന്നു. എന്നാൽ താൻ അകത്തേക്ക് വരുന്നില്ലെന്നും ഋഷികേശിലും മറ്റും ദീർഘകാലം ആത്മീയ യാത്രയിലായിരുന്നു താനെന്നും പോകുന്നതിന് മുമ്പ് മാനസയെ കണ്ടിരുന്നുവെന്നും സുമിത്ര ഹേമയെ വിശ്വസിപ്പിച്ചു. മാനസയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ടാണ് അന്വേഷിച്ചപ്പോൾ അവൾ ജയിലിലാണെന്ന് വിവരം താൻ അറിഞ്ഞെന്ന് സുമിത്ര കള്ളം പറയുന്നു. ജയിലിൽ പോയി അവളെ കണ്ടുവെന്നും എന്നാൽ അവൾ പ്രസാദം വാങ്ങാൻ പോലും തയ്യാറാകാത്ത വിധം തകർന്നിരിക്കുകയാണെന്നും സുമിത്ര വിവരിക്കുമ്പോൾ ഹേമയ്ക്കും ഇതൊക്കെ കേട്ട് ഒത്തിരി സങ്കടമാവുന്നുണ്ട്.